ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. കലവൂർ മർഡർ, സുഭദ്ര മർഡർ, കലവൂരിലെ സുഭദ്രയുടെ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. സുഭദ്രയുടെ മൃതദേഹം കലവൂരിലെ ഒരു കുഴിയിൽ നിന്നും കണ്ടെത്തി. ഇവരുടെ സുഹൃത്തുക്കളായ നിതിൻ മാത്യൂസും ഷാർമിളയും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. അതായത് സ്വർണത്തിന് വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. സ്വർണത്തിന് വേണ്ടി കൊലപാതകം നടത്തി. അതോടൊപ്പം ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലും അതോടൊപ്പം ഉടുപ്പിയിലും പണയം വെച്ചതായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് ഇവരിലേക്ക് അന്വേഷണം വന്നതും. ഇവരിപ്പോൾ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. രണ്ടുപേരും, നിതിൻ മാത്യൂസും ഷാർമിളയും, അതായത് ദമ്പതികളാണ്. ഇവർ രണ്ടുപേരും ഒളിവിലാണ്. നിതിൻ മാത്യൂസും ഷാർമിളയും ഇവരുടെ വിവാഹത്തിന് മുൻകൈ എടുത്തതും 4 വർഷത്തിന് മുമ്പ് ഇവരുടെ വിവാഹത്തിന് മുൻകൈ എടുത്തത് സുഭദ്രയായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളായിരുന്നു ഇവർ. എറണാകുളം കടവന്തറ സ്വദേശിയാണ് സുഭദ്ര. കടവന്തറ സ്വദേശിയാണ്. ഓഗസ്റ്റ് 4-നാണ് ഇവരെ കാണാതായത്. അപ്പോൾ ഓഗസ്റ്റ് 4-ന് ശേഷമാണ് ഇവരെ കാണാതായതും. അതിനുശേഷം ഇവരുടെ ഇളയ മകൻ രാധാകൃഷ്ണൻ കടവന്തറ പോലീസിൽ പരാതി കൊടുക്കുകയും ഇവരെ കാണാനെന്ന് പരാതി കൊടുക്കുകയും അങ്ങനെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യത്തിൽ നിന്നും സുഭദ്രയെയും അതോടൊപ്പം സുഭദ്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ഷാർമിളയാണെന്നും കണ്ടെത്തി. അവരുടെ അവസാന ടവർ കലവൂരാണെന്നും കണ്ടെത്തി. അതിനുശേഷം കലവൂരിലെ അയൽവാസികളെ ഷാർമിളയുടെ അയൽവാസികളെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് ഇവരിപ്പോൾ ഒളിവിലാണല്ലോ, ദമ്പതികൾ ഭർത്താവും ഭാര്യയും ഇപ്പോൾ ഒളിവിലാകുമ്പോൾ അവർ ഒളിവിൽ പോകുന്നതിന് തലേദിവസം സുഭദ്രയെ വീട്ടിലേക്ക് ക്ഷീണിച്ച അവശയായ സുഭദ്രയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിട്ട് അയൽവാസികൾ മൊഴി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഈ കേസിൻ്റെ നിർണായകമായ ഇതിലേക്ക് ഇവരാണ് ഇപ്പോൾ കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിഞ്ഞത്. അതോടൊപ്പം ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതോടൊപ്പം സുഹൃത്ത്, അതായത് നിതിൻ മാത്യൂസ് തൻ്റെ സുഹൃത്തിനെ വിളിച്ച് മാലിന്യം മൂടുവാനായിട്ട് ഒരു കുഴി ഉണ്ടാക്കണമെന്നും പറഞ്ഞ് വിളിപ്പിച്ച് കുഴിയെടുക്കുകയും ചെയ്തു. ആ ഒരു മൊഴിയും ആ സുഹൃത്ത് പോലീസിന് കൊടുക്കുകയുണ്ടായി. ആ കുഴിയിലാണ് ഈ സുഭദ്രയെ വെട്ടിക്കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. എന്നിട്ട് സ്വർണ്ണാഭരണങ്ങളെല്ലാം കവർന്ന് ഇവർ പോവുകയായിരുന്നു. പിന്നെ ആലപ്പുഴയിലും ഉടുപ്പിയിലും കൊണ്ട് പണയം വെക്കുകയായിരുന്നു. അതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതോടൊപ്പം ആലപ്പുഴ ജ്വല്ലറിയിൽ ഇവരെ കണ്ടതായിട്ടുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴിവർ ഏതായാലും ഒളിവിലാണ്. ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഏതായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 1 മാസത്തിന് ശേഷമാണ് ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. വിശദമായ അന്വേഷണത്തിനും വിശദമായ റിപ്പോർട്ടിങ്ങിനും എല്ലാത്തിനും ഒടുവിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഡെഡ് ബോഡി കണ്ടെത്തി. ഇനി പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കുറച്ച് നാൾ ഇവർ തുറവൂരുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എവിടെയാണെന്നറിയില്ല, അന്യ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണത്തിന് വേണ്ടിയുള്ള സ്വർണ്ണാഭരണത്തോടു വേണ്ടിയുള്ള വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയുള്ളൊരു കൊലപാതകമായിരുന്നു ഇവർ നടത്തിയത്. ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വെട്ടിക്കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു സ്വർണ്ണാഭരണത്തിന് വേണ്ടി. വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇവരെ എല്ലാവരും. ഇവരുടെ കല്യാണത്തിന് പോലും മുൻകൈ എടുത്തത് ഉടുപ്പി സ്വദേശികളാണ് ഇവർ. ഈ ദമ്പതികൾ ഉടുപ്പി സ്വദേശികളാണ്, നിതിൻ മാത്യൂസും ഷാർമിളയും. അപ്പോൾ ഇവരുടെ കല്യാണത്തിന് വരെ മുൻകൈ എടുത്തത് ഈ സുഭദ്രയാണ്. സുഭദ്രയുടെ ഇളയ മകൻ രാധാകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം ആരംഭിച്ചതും ഇപ്പോൾ കേസ് ഇവിടെ വരെ എത്തി നിൽക്കുന്നതും. ഇപ്പോൾ പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ആലപ്പുഴയിലെ കലവൂരിൽ നടന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.